ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുമെന്ന് ഹോട്ടൽ ഉടമകൾ. ഹോട്ടൽ മേഖല പ്രതിസന്ധിയിലാണെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ഇന്ധന ലഭ്യത കുറഞ്ഞതോടെ ഇതിനകം തന്നെ നിരവധി ഹോട്ടലുകൾക്ക് താഴ് വീണു കഴിഞ്ഞു. ഇനിയും കുറേ ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടലുകളാകട്ടെ ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന നിലപാടിലാണ്. ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും പറയുന്നു. അസോസിയേഷന്റെ സംസ്ഥാന ട്രഷറർ ബിജുലാൽ വില കൂട്ടാൻ തന്നെയാണ് തീരുമാനം. നിലവിലെ സാഹചര്യം തുടർന്ന് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് വില കൂട്ടേണ്ടി വരും. കാരണം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഹോട്ടൽ വ്യാപാര മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. 70% ഹോട്ടലുകളും അടഞ്ഞു കഴിഞ്ഞു. നിലവിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്കാവട്ടെ അതിഭീമമായിട്ടുള്ള പ്രവർത്തന ചെലവ് മറികടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിലാണ്. ജീവനക്കാരുടെ ഇല്ലാത്ത പ്രതിസന്ധി, ജീവനക്കാരെ അടച്ചിട്ടാൽ പോലും ആ സ്ഥാപനത്തിൽ ജീവനക്കാർക്ക് ഭക്ഷണം കൊടുക്കേണ്ട പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം. പാചകവാതക വിതരണമാണെങ്കിൽ അത് പ്രതിദിനം വളരെ കൂടും നമ്മൾ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നെല്ലാം നിർദ്ദേശങ്ങളും അതിൻ്റെ പരിഗണനകളും ഒക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഒന്നും പ്രാബല്യത്തിൽ വരുന്നില്ല. പ്രത്യേകമായി പറയുന്നത്, അതായത് ഹോട്ടലുകൾക്ക് ആവശ്യാനുസരണം വാണിജ്യ സിലിണ്ടറുകൾ നൽകുമെന്ന് പറയുമ്പോഴും അത് ലഭ്യമാവുന്നില്ല എന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികൾ പറയുന്നു. അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഭൂരിഭാഗവും. 70% സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ ഇവരാണെന്ന് പറയുമ്പോൾ ഈ വേളയിൽ ഇവരെല്ലാം നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇവരെ പിടിച്ചു നിർത്താൻ കഴിയാത്ത സാഹചര്യം കൂടിയാവുമ്പോൾ വിലവർധനയിലേക്കാണ് പോകുന്നതും. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.